സക്സസ് ഫയലിലേക്ക് സ്വാഗതം. PSC ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1928 ഏപ്രിലിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ലാലാ ലജ്പത് റോയ് ആണ്. 1928 ഏപ്രിലിൽ എറണാകുളത്ത് വെച്ച് നടന്ന എറണാകുളത്ത് വെച്ച് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയിരിക്കുന്ന സ്ഥലം മയലിൻ ആണ്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയിരിക്കുന്ന സ്ഥലം മയലിൻ. രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം. രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം ഏതാണ്? 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം. അടുത്ത ചോദ്യം, ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം ഏതാണ്? സുഷുമ്നയാണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം സുഷുമ്ന. ലൂട്ടിയോട്രോപിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊലാക്റ്റിൻ ആണ്. ലൂട്ടിയോട്രോപിക് ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ് ലൂട്ടിയോട്രോപിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. പ്രൊലാക്റ്റിൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം ഗോവയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം ഗോവ. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതി ജനറൽ അസംബ്ലിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് ജനറൽ അസംബ്ലി. കുക്ക പ്രസ്ഥാനം രൂപം കൊണ്ട സംസ്ഥാനം പഞ്ചാബാണ്. കുക്ക പ്രസ്ഥാനം രൂപം കൊണ്ടത് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. 1914 സർ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1914 സർ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥിയാണ് എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നത്. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. ഏതു വർഷമാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്? 1951 ആണ്. 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്. ഒന്നാം പഴശ്ശി കലാപം ആരംഭിച്ച വർഷം 1793 ആണ്. ഒന്നാം പഴശ്ശി കലാപം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1793 VIP വാഹനങ്ങളിൽ റെഡ് ബീക്കൺ ഒഴിവാക്കുന്നതിന് ആസ്പദമായ കേസ് അഭയ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. VIP വാഹനങ്ങളിൽ റെഡ് ബീക്കൺ ഒഴിവാക്കുന്നതിന് ആസ്പദമായത് ഏത് കേസാണ്? അഭയ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സ്പൈറോമീറ്റർ അളക്കുന്നത് ഏതിന്റെ ശേഷിയാണ്? ശ്വാസകോശം. സ്പൈറോമീറ്റർ അളക്കുന്നത് ഏതിന്റെ ശേഷിയാണ്? ശ്വാസകോശം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റ. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ ആണ്.
തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോണിന്റെ ഭാഗം ഡെൻഡ്രൈറ്റ് ആണ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോണിന്റെ ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. പോർച്ചുഗീസ് ഭരണത്തിനെതിരെ 1787 പിറ്റോ കലാപം നടന്നത് എവിടെയാണ്? ഗോവയിലാണ്. പോർച്ചുഗീസ് ഭരണത്തിനെതിരെ 1787 പിന്റോ കലാപം നടന്നത് ഗോവയിലാണ്. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏതാണ്? ഫോട്ടോപ്സിൻ. ഡോപ്പമിന്റെ ഉൽപാദനക്കുറവ് കാരണമുണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത് എന്തിന്റെ ഉൽപാദനക്കുറവ് മൂലമാണ്? ഡോപ്പമിന്റെ ഉൽപാദനക്കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകി തിരികെ തമിഴ്നാട്ടിലേക്ക് തന്നെ ഒഴുകുന്ന ഏകപ്പുഴ ഭവാനിയാണ്. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകി തിരികെ തമിഴ്നാട്ടിലേക്ക് തന്നെ ഒഴുകുന്ന ഏകപ്പുഴ ഏതാണ്? ഭവാനി. തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലെ ജലത്തിലുണ്ടാകുന്ന ചലനം ദോളനമാണ്. തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലെ ജലത്തിനുണ്ടാകുന്ന ചലനമാണ് ദോളനം. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ, ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോൺ. പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളുള്ള ഭാഗം ഐറിസ്. പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളുള്ള ഭാഗം ഐറിസ്. ബംഗാളി ലിപി പരിഷ്കരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ബംഗാളി ലിപി പരിഷ്കരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഭരണഘടനയുടെ 371A അനുച്ഛേദം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാഗാലാൻഡ് ആണ്. ഭരണഘടനയുടെ 371A അനുച്ഛേദം ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നാഗാലാൻഡ്. ന്യൂറോണിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ആക്സോൺ. ന്യൂറോണിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ഏതാണ്? ആക്സോൺ ആണ് ന്യൂറോണിൽ നിന്നുള്ള നീളം കൂടിയ തന്തു. മലങ്കര ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. മലങ്കര ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. മാറെല്ലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി തൈമസ്. മാറെല്ലിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈമസ് ആണ്. തൈമസ് ആണ് മാറെല്ലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി. ആക്ടിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക ഭാരതീയൻ ഹിദായത്തുള്ള. ഏതൊക്കെ പദവികളാണ്? ആക്ടിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക ഭാരതീയൻ ആരാണ്? ഹിദായത്തുള്ള. ഇന്ത്യയുടെ ദേശീയ പതാക തെരഞ്ഞെടുക്കുന്നതിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട പ്രത്യേക സമിതിയിൽ അംഗമായിരുന്ന മലയാളി KM പണിക്കറാണ്. അസ്ഥികളിൽ കാൽഷ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ പാരാതോർമോൺ ആണ്. അസ്ഥികളിൽ കാൽഷ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ പാരാതോർമോൺ. രക്തത്തിന്റെ എത്ര ശതമാനമാണ് രക്തകോശങ്ങൾ? 45%. രക്തത്തിന്റെ 45% രക്തകോശങ്ങൾ. 21ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയം നടന്ന വർഷം 2018 ആണ്. 21ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയം നടന്നത് 2018.
ഏത് തരം ജീവികളിലാണ് ഒമാറ്റീഡിയ എന്ന പ്രകാശഗ്രാഹി സംവിധാനത്തിലൂടെ കാഴ്ച സാധ്യമാകുന്നത്? ഷഡ്പദങ്ങളിലാണ്. ഏത് തരം ജീവികളിലാണ് ഒമാറ്റീഡിയ എന്ന പ്രകാശഗ്രാഹി സംവിധാനത്തിലൂടെ കാഴ്ച സാധ്യമാകുന്നത്? ഷഡ്പദങ്ങൾ. കണ്ണിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന സുഷിരം പ്യൂപ്പിളാണ്. കണ്ണിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന സുഷിരം പ്യൂപ്പിൾ. ഏത് വർഷമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത്? 1995 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. കീഴാറ്റൂർ അഥവാ വയൽക്കിളി സമരത്തിന് വേദിയായ ജില്ല? കണ്ണൂർ. കീഴാറ്റൂർ അഥവാ വയൽക്കിളി സമരത്തിന് വേദിയായത്? കണ്ണൂർ. ഗർഭപാത്രത്തെ സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഓക്സിറ്റോസിൻ ആണ്. ഗർഭപാത്രത്തെ സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമാകുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സ്ഥലം? തഞ്ചാവൂരാണ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്